കണ്ണൂർ കൈതപ്രത്തെ മധ്യവയസ്കരെ കൊലപ്പെടുത്തിയത് വ്യക്തിവിരോധത്തെ തുടർന്നെന്ന് എഫ്ഐആർ. രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ സാധിക്കാത്ത വിരോധത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് എഫ്ഐആറിൽ പരാമർശം. പ്രതി സന്തോഷ് കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തത തേടാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിന്റെ ഭാഗമായുള്ള വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില വിവരങ്ങൾ പോലീസിന് മുമ്പിലുണ്ട്. എന്താണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത്? അരുൺ പൂപ്പറമ്പ. ഈ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ ചില തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ പിന്നീട് രൂക്ഷമായി. അങ്ങനെയാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ എന്തായാലും അത്തരത്തിലൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മറ്റെന്തെങ്കിലും ഒരു മോട്ടീവ്, എന്തെങ്കിലും ഒരു പ്രേരണ ഈ കൊലപാതകത്തിന് പിന്നിലില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഈ രാധാകൃഷ്ണൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ സന്തോഷും നേരത്തെ സഹപാഠികളായിരുന്നു. ഈ ഭാര്യയുമായി ഈ സന്തോഷിന് ചില സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ തന്നെ പറയുന്നത്. ആ സൗഹൃദം തുടരാൻ കഴിയാത്തതിൻ്റെ അതിൽ തടസ്സം രാധാകൃഷ്ണൻ നിന്നു. ഇതിൻ്റെ പേരിൽ ഇവർ ചില തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അത് പിന്നീട് ഇവർ തമ്മിലുള്ള രൂക്ഷമായ പ്രശ്നങ്ങളിലേക്കും ഈ കൊലപാതകത്തിലേക്കും നയിച്ചു. അങ്ങനെ ഒരു വ്യക്തിവിരോധമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇതിൻ്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമാകുന്നത് ഇയാൾ ഉപയോഗിച്ച സന്തോഷ് ഈ കൊല നടത്താൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഈ പ്രദേശത്ത് തന്നെ തോക്കുണ്ടാകും, അങ്ങനെ ഒളിപ്പിച്ചിട്ടുണ്ടാകാം, ഉപേക്ഷിച്ചിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ്. അത്തരം പരിശോധനകൾ എന്തായാലും നടക്കുന്നുണ്ട്. പോലീസ് ഇത്തരം നിഗമനത്തിലേക്ക് എത്തുമ്പോഴും അതിലൊരു വിശദമായ അന്വേഷണം, അതായത് കൂടുതൽ സന്തോഷിനെ ചോദ്യം ചെയ്ത് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന കാര്യം, അത്തരം സാധ്യതകൾ കൂടി എന്തായാലും പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇന്നെന്തായാലും രാധാകൃഷ്ണൻ്റെ പോസ്റ്റ്മോർട്ടം പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടക്കും. നെഞ്ചത്താണ് വെടിയേറ്റത് എന്നതാണ് ഇന്നലെ ഒരു പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. ഒരു വെടിയാണ് ഏറ്റതെന്നാണ് ഇന്നലത്തെ ഒരു പരിശോധനയിൽ എന്തായാലും കണ്ടെത്തിയത്. ഈ തോക്ക് കണ്ടെത്തുക എന്നതാണ് നിർണായകം. അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം, അതിന്റെ ഭാഗമായുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കൊലപാതകത്തിന്റെ കാരണം വ്യക്തിവിരോധമാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അന്വേഷണ സംഘം.